പപ്പന്റെ അടുത്താണ് കളി. നീ ഇവിടെ ഇരിക്കുന്ന അയാളെ വിവരം കിട്ടിയോ? പാപ്പ പാപ്പ അയാളെ പറ്റി തന്നെ അറിഞ്ഞോ? ആരെ താഴെ നോക്കാനേ പോയത്. നീ ആദ്യം തിന്ന് കയറ്റി എന്നിട്ട് സംസാരിച്ചു. അല്ല മനസ്സിലാവുന്നു. അയാളെ പറ്റി വല്ലതും അറിഞ്ഞോ? അറിഞ്ഞറിഞ്ഞ് കണ്ട് കാണുകയും ചെയ്തു, നല്ല വൃത്തിയാ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ആ പുള്ളിക്കാരുടെ ലൊക്കേഷൻ കിട്ടിയോ? ലൊക്കേഷൻ അറിഞ്ഞൂടാ. ആ പന്ന പയലിന് അവരാരാണെന്നോ എന്താണെന്നോ ഒന്നും അറിഞ്ഞൂടാ. അത് കേട്ടപ്പോ എനിക്ക് അങ്ങോട്ട് കാലിന്ന് തരിച്ച് കയറി ദേഷ്യം കൊടുത്ത് മാപ്പന്ന് ഇളുത്തങ്ങിട്ട് കൊടുത്ത് അവിടെ കരഞ്ഞു. അയ്യോ സാറേ ഒന്നും ചെയ്യില്ല, എനിക്ക് അങ്ങനെ സാറേ എന്ന് പറഞ്ഞ കരച്ചിലുള്ള കരച്ചിലായിരുന്നു. ഒരടി എന്റെ ദേഹത്ത് വീഴുന്നില്ല, അറിയാ. പപ്പ ഇപ്പൊ പപ്പ എത്രണ്ണം കൊടുത്തു, പപ്പയ്ക്ക് എത്രണ്ണം കൊടുക്കാൻ പറ്റി എന്നൊന്നും അല്ല നമ്മൾ സംസാരിക്കുന്നത്. അവരെ അഡ്രസ്സ് കിട്ടിയോന്നല്ലേ ചോദിച്ചത്? അതല്ലേ പറഞ്ഞത്, അവനൊരു പുല്ല് അറിഞ്ഞൂടാന്ന്. പിന്നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാ? അതിനൊക്കെ എന്റെ വഴിയുണ്ട്. എന്ത് വഴി? നെറ്റ്വർക്ക് ട്രാക്കിംഗ്. ഇനി അതെന്തോന്നാ? നീ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ച? ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. ഈ പപ്പൻ എന്ന് പറയുന്ന ആള് പട്ടാളത്തുകാരൻ മാത്രമല്ല, സയന്റിസ്റ്റ് കൂടാണ്. അതൊക്കെ മനസ്സിലാക്കി, നിങ്ങൾ അത് മനസ്സിലാക്കാതാണ് എന്റെ അടുത്ത് പലപ്പോഴും സംസാരിക്കുന്നത്. പപ്പ ഈ സന്ദർഭത്തിൽ തള്ളല്ല ചെയ്യേണ്ടത്, കാര്യം കണ്ടുപിടിക്കേണ്ടത്. കാര്യം വേറെ ഒന്നുമില്ല. അവളെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ല, അത് ഞാൻ അങ്ങ് ട്രാക്ക് ചെയ്തു. 1 മണിക്കൂർ മുമ്പ് വരെ അത് ഓണായിരുന്നു. അത് എവിടെയാണെന്ന് എനിക്കറിയാം. അവൾ ഇനി എപ്പോൾ ഫോൺ ലൈവ് ആക്കുന്നോ ആ സമയം എനിക്കറിയാൻ പറ്റും. എനിക്ക് സിഗ്നൽ കിട്ടും. എല്ലാ സ്പോട്ടും കറക്റ്റായിട്ട് അറിയാനും പറ്റും. അപ്പം ഞാൻ തൂക്കും. എന്നിട്ട് വേണം തൊള്ളടുത്ത് പോയി ചോദിക്കാൻ എന്തെന്നായിരുന്നു പ്രശ്നം. ചോദിക്കണം.